everyone, welcome back to my channel Learning Waves. ഇന്ന് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണിംഗ് വേവ്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫാക്ടറൈസേഷൻ എന്താണ്, LCM, HCF അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചെല്ലാം പഠിച്ചു. ഇന്ന് എക്സസൈസിലേക്ക് നമ്മൾ കിടക്കുകയാണ്. എക്സസൈസ് 1.1 ആദ്യത്തെ ക്വസ്റ്റ്യൻ ഫാക്ടറൈസേഷൻ. കുറച്ച് ടേംസ് ഉണ്ട്, ABCDE, അങ്ങനെ 5 നമ്പേഴ്സ് ഉണ്ട്. അതിൻ്റെ ഫാക്ടറൈസേഷൻ നമ്മൾ കാണണം. അതിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ആദ്യം തന്നെ ഫാക്ടറൈസേഷൻ കാണാൻ ഓൾറെഡി നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് അറിയണം. സോ 1 സെക്കൻഡ്. പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഇറ്റ് സ്റ്റാർട്ടിങ് ഫ്രം 2 and 3, 5, 7. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ? അതായത് ഒരു നമ്പർ, ഫോർ എക്സാമ്പിൾ 1 into 2, ദാറ്റ്സ് ഓൺലി ഗിവ്സ് 2. വേറെ ഏതെങ്കിലും 2 നമ്പർ ഇൻറ്റു ചെയ്താൽ 2 കിട്ടുമോ? ഇല്ല. ആ ക്വസ്റ്റ്യൻ ഓർക്കുക. വേറെ 2 നമ്പർ, അതായത് ഒന്നും ആ ഫാക്ടർ, ആ നമ്പറും അത് മാത്രം ഇൻറ്റു ചെയ്താൽ 2, ഐ മീൻ 1 into 2, 2. അതല്ലാതെ വേറെ ഏത് നമ്പർ തമ്മിൽ ഇൻറ്റു ചെയ്താലും 2 കിട്ടില്ല. 2ൻ്റെ ഫാക്ടർ ഓൺലി 1 and 2. 1 into 2, 2, അത്രേ ഉള്ളൂ. അതുപോലെ 1 into 3, ദാറ്റ് ഇസ് 3. വേറെ ഏത് നമ്പർ ഇൻറ്റു ചെയ്താലും 3 കിട്ടില്ല, ഐ മീൻ ഇൻറ്റീജേഴ്സ് നമ്പേഴ്സ്. ദെൻ നെക്സ്റ്റ് വൺ, ഐ മീൻ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്. ദെൻ നെക്സ്റ്റ് ഇപ്പോൾ 1 into 4 ഇൻറ്റു ചെയ്ത് നമുക്ക് 4 കിട്ടും. അറ്റ് ദ സെയിം വേ നമുക്ക് 2 into 2 ചെയ്താലും എന്ത് കിട്ടും? 4 കിട്ടും. സോ അത് പ്രൈം നമ്പർ അല്ല. ആദ്യം പ്രൈം നമ്പർ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഒരു 100 ഇല്ലെങ്കിൽ ഒരു 50 വരെയുള്ള പ്രൈം നമ്പേഴ്സ് എങ്കിലും 10th പോകുന്നവർ പഠിച്ചിരിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. കാരണം പ്രൈം നമ്പേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ തന്നെ നമ്മുടെ സമയം പോകും കുറേ. സോ അതുകൊണ്ട് 2, 3, 5, 7 and 9 നമുക്ക് വരത്തില്ല. ഈവൻ നമ്പേഴ്സ് ഒന്നും പ്രൈം നമ്പേഴ്സ് അല്ല. സോ അത് ഓർക്കുക. ഐ മീൻ എക്സെപ്റ്റ് 2. 2 ഈസ് എ ഈവൻ നമ്പർ ആൻഡ് ഓൾസോ എ പ്രൈം നമ്പർ. ബട്ട് വേറെ ഒരു നമ്പറും പ്രൈം നമ്പർ ആവില്ല. വേറെ എല്ലാം ഓഡ് നമ്പേഴ്സാണ് ചാൻസ്. പ്രൈം നമ്പർ ആവാനുള്ള ചാൻസ് ഓഡ് നമ്പേഴ്സിനാണ് കൂടുതലും. കാരണം ഈവൻ നമ്പേഴ്സിൽ 2 മാത്രമേ ഉള്ളൂ പ്രൈം നമ്പർ. സോ 2, 3, 5, 7 and 8 ഇല്ല, ഈവൻ നമ്പറാണ്. സോ 9 കൺസിഡർ ചെയ്യുക. നിങ്ങൾ പ്രൈം നമ്പേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് 2 ഓക്കെ, 2 നമുക്ക് പ്രൈം നമ്പേഴ്സാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ബാക്കിയുള്ള എല്ലാ ഈവൻ നമ്പേഴ്സും ക്യാൻസൽ ചെയ്യുക. ഇപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിൽ ഈവൻ നമ്പേഴ്സ് എല്ലാം പോയാൽ ബാക്കി ഓഡ് നമ്പേഴ്സ് ഉണ്ട്. ആ ഓഡ് നമ്പേഴ്സ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുക. അങ്ങനെ ശ്രദ്ധിക്കുക. മാക്സിമം ഈവൻ നമ്പേഴ്സ് ആണ് ഒഴിവാക്കുക. ദെൻ 9 എന്ന് പറയുമ്പോൾ 3 into 3 വരും. സോ 9 അല്ല. 10 വരില്ല, ഈവൻ നമ്പറാണ്. 11 ഇസ് എ പ്രൈം നമ്പർ. വേറെ ഏത് ഇൻറ്റു ചെയ്താലും 11 കിട്ടില്ല. 1 into 11. ആൻഡ് 13, 12 വരില്ല, 13. ദെൻ 40 ഇല്ല, 50 ഒബിയസ്ലി 40 ഇല്ല. 50 വരുമ്പോൾ 3 into 5 വരും. 60 ഇല്ല. 17 ഈസ് എ പ്രൈം നമ്പർ. ആൻഡ് 80 ഇല്ല. 19 ഈസ് എ പ്രൈം നമ്പർ. And 20 is not a prime number, and 21 not a prime number. 22 is not a prime number because even number ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ അതെന്നെ ക്യാൻസൽ ആയിപ്പോയി. ദെൻ 23 is a prime number. സോ ഇങ്ങനെ നമുക്ക് കുറച്ച് 50 or 100 വരെയുള്ള പ്രൈം നമ്പേഴ്സ് എങ്കിലും അറിഞ്ഞിരിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇന്ന് നമുക്ക് എക്സസൈസിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രൈം നമ്പേഴ്സ് എന്താണെന്ന് നോക്കി. ചിലർക്ക് പ്രൈം നമ്പേഴ്സ് എന്താണെന്നുള്ളതിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തത്. സോ പ്രൈം നമ്പേഴ്സ് എല്ലാം ഓർത്ത് വെക്കുക. കാരണം പ്രൈം നമ്പേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. ഓക്കെ, വി വിൽ സ്റ്റാർട്ട് വിത്ത് ദിസ് വൺ ആൻഡ് എ പാർട്ട് ദാറ്റ് ഈസ് 140. സോ ദാറ്റ് ഈസ് 114. സോ ഫസ്റ്റ് പ്രൈം നമ്പർ എന്താ? എപ്പോഴും നമ്മൾ സ്റ്റാർട്ടിങ് വിത്ത് ഫസ്റ്റ് പ്രൈം നമ്പർ, ദാറ്റ് ഈസ് 2. സോ 2 നമുക്ക് പോകുമല്ലോ. ഈവൻ നമ്പർ ഡിവൈഡ് ചെയ്ത് നോക്കുക. ചിലർക്ക് ഡൗട്ട് ഇത് എങ്ങനെ മെസ്സേജ് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ഒന്നുമില്ല, നമ്മൾ ചെറുപ്പം തൊട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ്. ഡിവൈഡ് ചെയ്യുക. ജസ്റ്റ് 140 ഡിവൈഡഡ് ബൈ 2 എത്ര കിട്ടും നമുക്ക്? 70. ദെൻ അഗെയിൻ 70/2. നമുക്ക് അവസാനത്തെ ടേം നോക്കുക. 0 ഈവൻ നമ്പർ ആണെങ്കിൽ നമുക്ക് 2 ഓട്ടോമാറ്റിക്കലി പോകും. ഈ ലാസ്റ്റ് ഡിജിറ്റ് ഈവൻ നമ്പർ ആണോ നോക്കുക. ഐ മീൻ 0 എന്തായാലും പോകും. ഐ മീൻ 0/2 ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി, ഐ മീൻ ഇപ്പോൾ 10/20/2 ചെയ്യുമ്പോൾ നമുക്കത് ഈവൻ നമ്പറിൽ പെടും. സോ ലാസ്റ്റ് 2, 4, 6, 8 അങ്ങനത്തെ ടേംസ്, 6, 8 അങ്ങനത്തെ ഈവൻ നമ്പേഴ്സിൻ്റെ ടേംസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് 2ൽ നമുക്കത് പോകും. ഐ മീൻ 2ൽ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് ആ ഒരു ട്രിക്ക് യൂസ് ചെയ്യുക. അല്ലാണ്ട് ഓരോന്നും നമുക്കിരുന്ന് ചെയ്യാൻ പറ്റത്തില്ല. ആ
ലാസ്റ്റ് ഡിജിറ്റ് നോക്കിയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ദെൻ 70, അഗെയിൻ 70 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് 35. ഇനി നോക്കിയേ, ഈ ലാസ്റ്റ് ഡിജിറ്റ് നോക്കിയേ 5 ആണ്. അപ്പോൾ 5 ആകുമ്പോൾ എന്താ, നമുക്ക് ഈവൺ നമ്പർ 2ൽ ചെയ്യാൻ പറ്റില്ല, 5 ആണ്. 3ൽ നമുക്ക് നോക്കാം. അതിൻ്റെ ഏറ്റവും എളുപ്പം എന്താ, 5ൽ ചെയ്യുക. 5 ലാസ്റ്റ് ഡിജിറ്റ് 5 ആണെങ്കിൽ ഉറപ്പായും അത് 5ൻ്റെ ഫാക്ടറിൽ ഉണ്ടാവും. സോ 5ൽ ചെയ്യുക. സോ 5 എന്ന് പറയുമ്പോൾ എത്രയാണ്, 7. സോ ഇതിൻ്റെ ഫാക്ടേഴ്സ് എത്രയാണ്, 114ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, 2 × 2 × 5 × 7. ഇത് എഴുതണം. ഇതാണ് ഫാക്ടറൈസേഷൻ. പ്രൈം ഫാക്ടർ എന്ന് പറയുമ്പോൾ ഇതെടുത്ത് എഴുതണം. ഇതിൻ്റെ നെക്സ്റ്റാണ് നമ്മൾ LCM HCF. ഇത് നന്നായിട്ട് പറഞ്ഞതാണ്. പ്രൈം ഫാക്ടർ നന്നായി പഠിച്ചോളാം. കാരണം ഈ 5 പാർട്ട് ഉണ്ട് ഇതിൽ, ABCDE. സോ ഇതെല്ലാം പഠിച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പമാണ്. ഇനി നിങ്ങൾ ഫർദറായി ചെയ്യുമ്പോൾ പ്രൈം ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ചോദിക്കത്തില്ല. ജസ്റ്റ് LCM HCF അങ്ങനെ പറയുമ്പോൾ തന്നെ പ്രൈം അറിഞ്ഞാലേ, ഫാക്ടറൈസേഷൻ അറിഞ്ഞാലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇത് ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കുക എല്ലാവരും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. എക്സാംസിന് ചോദിക്കുന്നതാണ്. സോ 156 നെക്സ്റ്റ് വൺ നമുക്ക് 2ൽ ചെയ്യാം. ഞാൻ കളർ ചേഞ്ച് ചെയ്യട്ടെ. 2ൽ ചെയ്യാം. സോ 2ലാകുമ്പോൾ ഫസ്റ്റ് വൺ ബൈ 2, ജസ്റ്റ് 156/2 എത്രയാണ്, 78. ലാസ്റ്റ് നോക്കുക, എഗെയിൻ ഈവൺ ആണ്, 8 ആണ്. എഗെയിൻ 2ൽ പോകും. അപ്പോൾ സോ 2ൽ പോകുമ്പോൾ എത്ര, 78. 70ൻ്റെ പകുതി നോക്കുക, 35. സോ ദാറ്റ് ഈസ് 39. അല്ല, 39 എന്ന് പറയുമ്പോൾ 78 ആവുമല്ലോ. 70, 78. ദെൻ എഗെയിൻ ലാസ്റ്റ് ഡിജിറ്റ് നോക്കിയേ, 9 ആണ്. 9 എന്ന് പറയുമ്പോൾ 3ൽ നമുക്ക് ചെക്ക് ചെയ്യാം. കാരണം 2ൽ ചെക്ക് ചെയ്തിട്ട് കാര്യമില്ല, എന്തായാലും പോകത്തില്ല. ഡിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫാക്ടറായി കിട്ടില്ല. അപ്പോൾ 3ൽ ചെയ്യാം. സോ 39/3 ചെയ്യാം. സോ നമുക്ക് എത്ര കിട്ടും, 13 കിട്ടും. സോ 156 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 2 × 3 × 13. ഇതാണ് ഇതിൻ്റെ ഫാക്ടർ. സോ ഇങ്ങനെയാണ് ഫാക്ടറൈസേഷൻ കണ്ടുപിടിക്കുന്നത്. കാരണം ഞാൻ എൻ്റെ 13ൽ നിർത്തിയത്, കാരണം 30 ഈസ് എ പ്രൈം. ഏറ്റവും അവസാനത്തിലേക്ക് വന്നത് അതൊരു പ്രൈം നമ്പറാണ്. സോ നമുക്ക് ഫർദറായിട്ട് അത് ചെയ്യാൻ പറ്റത്തില്ല ഇനി. സോ അതും കൂടി നമ്മൾ അവിടെ നിർത്തുന്നു. ഓക്കെ. സോ 156 എന്ന് പറയുമ്പോൾ 2 × 2 × 3 × 13. അതാണ് അതിൻ്റെ പ്രൈം ഫാക്ടർ. Then next one second. Okay, this is next C part and 3825. ഇപ്പോൾ ഇത് 5 ആണ്. നോക്ക്, എളുപ്പം. നമുക്ക് 2ൽ നോക്കണ്ട, 3ൽ നോക്കണ്ട, 5 ആണുള്ളത്. സോ സ്റ്റാർട്ടിങ് വിത്ത് 5 എളുപ്പമായിട്ട് ചെയ്യാം. സോ 5ൽ നോക്കുമ്പോൾ 5 ഡിവൈഡ് ചെയ്യുക, 3825/5 തന്നെ ചെയ്യാം. അങ്ങനെ ഡിവിഷൻ തന്നെ ചെയ്യാം. മേ ബി വലിയ നമ്പേഴ്സ് വരുമ്പോൾ മനക്കണക്കൊന്നും ചെയ്യാൻ നിൽക്കല്ലേ, ഡിവിഷൻ തന്നെ ചെയ്ത് നോക്കുക. അപ്പോൾ മിസ്റ്റേക്ക് വരില്ല. ഓക്കെ. അപ്പോൾ 765 എഗെയിൻ ഡിവൈഡഡ് ബൈ 5 ഡിവൈഡ് തന്നെ ചെയ്യാം. സോ ദാറ്റ് ഈസ് 153 വരും നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ. ദെൻ എഗെയിൻ ഇപ്പോൾ 3 ആണ് ലാസ്റ്റിലെ. സോ 3ൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ 3ൽ നോക്കുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ 153 50 50 50 പിന്നെ ഒരു 3യും കൂടി ഉണ്ട്. സോ ദാറ്റ് ഈസ് 3ൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും, 51 വരും. 51 ദാറ്റ് ഈസ് 151. എഗെയിൻ 153. നമ്മൾ ചെയ്തെന്താ വെച്ചാൽ 153 ഡിവൈഡഡ് ബൈ 3. ലാസ്റ്റ് 3 ആയതുകൊണ്ട് ഞാൻ 3 കൊണ്ട് ചെയ്ത് നോക്കി, കിട്ടും. മേ ബി കിട്ടിയില്ലെങ്കിൽ നമ്മൾ വേറെ നമ്പേഴ്സ് കൊണ്ട് ചെയ്ത് നോക്കണം. ഫസ്റ്റ് 2 കൊണ്ട് എന്തായാലും കിട്ടില്ല എന്നറിയാം. അപ്പോൾ അടുത്ത സെക്ഷൻ 3 ആണ്. അത് കഴിഞ്ഞിട്ട് 5ൽ എന്തായാലും പോകില്ല, കാരണം ലാസ്റ്റ് 5 തന്നെ വരണം. 5ൻ്റെ ഫാക്ടർ ആവണമെങ്കിൽ. ദെൻ അടുത്തതെന്ന് പറയുമ്പോൾ 7ൽ നോക്കാം, പിന്നെന്താണ് നമുക്ക് 11ൽ നോക്കാം. അങ്ങനെ നോക്കിപ്പോകാം. പക്ഷേ ഇവിടെ 3 തന്നെ കിട്ടി. 3ൽ ഡിവൈഡ് ചെയ്യുമ്പോൾ തന്നെ 51 ഫാക്ടറായി കിട്ടി. സോ 51. ദെൻ എഗെയിൻ ഡിവൈഡഡ് ബൈ 3 ചെയ്ത് നോക്കാം. സോ ദാറ്റ് ഈസ് 17 I think. സോ 3825 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 × 5 × 3 × 3 × 17. ഇതാണ് ഫസ്റ്റ് സെക്ഷൻ. ഇതിൽ തീർന്നു. സി പാർട്ട് കഴിഞ്ഞു. ഇനി ഡി പാർട്ട്. അഗെയിൻ 1 second. ദാറ്റ് ഈസ് 5005 ഡിവൈഡഡ് ബൈ, നമുക്കറിയാം 5 ആണ് ലാസ്റ്റ് ഡിജിറ്റ്. സോ സ്റ്റാർട്ടിങ് വിത്ത് 5. സോ 5 എന്ന് പറയുമ്പോൾ 1001. എഗെയിൻ 1001 എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ എങ്ങനെ ഫാക്ടർ ചെയ്യും അതിനെ? 1ൽ എന്തായാലും 2ൽ പോവില്ല.
3ൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുക. 3ൽ പോകില്ല. ഡിവൈഡ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. സോ ഡിവൈഡ് ചെയ്ത് നോക്കുക. 3ൽ പോവില്ല. ദെൻ 4ൽ ഡിവൈഡ് ചെയ്യുമ്പോൾ 5ൽ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. നെക്സ്റ്റ് 7ൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അത് ഫാക്ടറായി കിട്ടും 143. ദെൻ ഈ 143നെ നമ്മൾ 2ൽ ചെയ്യും. 2ൽ എന്തായാലും ചെയ്യേണ്ട ആവശ്യമില്ല. 3ൽ ചെയ്യുമ്പോൾ അത് പോകത്തില്ല. 5ൽ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമുക്കറിയാമല്ലോ 5 ലാസ്റ്റ് ഡിജിറ്റ് 5 ആയാൽ മാത്രമേ 5ൽ ഫാക്ടറൈസ് ആവുള്ളൂ. ദെൻ 7ൽ ചെയ്ത് നോക്കുക. 7ൽ പോകില്ല. ദെൻ 11ൽ ചെയ്യുക. 11ലും പോകില്ല. 13ൽ ചെയ്ത് നോക്കുക. 13ൽ പോകും. 11ൽ പോകും. 11 ആൻഡ് 13ൽ പോകും. 11ൽ പോകും. 11 ഡിവൈഡർ ബൈ 11 ചെയ്യുമ്പോൾ നമുക്ക് 13 ടൈംസ് കിട്ടും. സോ ഇതാണ് ഇതിൻ്റെ ഫാക്ടർ. സോ 1005 that is 5 into 7 into 11 into 13. ഇതാണ് ഇതിൻ്റെ ഫാക്ടർ. നോക്കുക, അത് ആ ഒരു പ്രൈം ഫാക്ടേഴ്സിൻ്റെ ആ ഓർഡറിൽ അങ്ങോട്ട് ചെയ്ത് നോക്കിയാൽ മതി. 2ൽ ചെയ്യണോ? വേണ്ട. 3ൽ ചെയ്ത് നോക്കാം. ഓക്കെ, ചെയ്തു, പക്ഷേ കിട്ടിയില്ല. അടുത്തത് 5ൽ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ലാസ്റ്റ് ഡിജിറ്റ് 5 അല്ല. സോ 5ൽ പോകില്ല. അടുത്തത് 7ൽ ചെയ്ത് നോക്കുക. കിട്ടില്ല. ദെൻ നെക്സ്റ്റ് പ്രൈം നമ്പർ 11ൽ എന്തായാലും കിട്ടും. മേ ബി 11ൽ കിട്ടിയില്ലെങ്കിൽ നെക്സ്റ്റ് ചെയ്ത് നോക്കുക. അത് പെട്ടെന്ന് കിട്ടും. നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് വേഗം മനസ്സിലാവും എന്താണെന്നുള്ളത്. ഓക്കെ, സോ ഇതാണ് നെക്സ്റ്റ് ലാസ്റ്റ് സെക്ഷൻ. സോ 7429 ഡിവൈഡഡ് ബൈ, ശരിക്കും പറഞ്ഞാൽ ഇത് ഈ 9 നമ്മൾ ചെയ്യുമ്പോൾ 3ൽ ചെയ്ത് നോക്കാം. 2ൽ ചെയ്യേണ്ട ആവശ്യമില്ല. 3ൽ ചെയ്ത് നോക്കുക. പോവില്ല. 7ൽ ചെയ്ത് നോക്കുക. 5ൽ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് 5 പറയാത്തത്. കാരണം ലാസ്റ്റ് 5 അല്ല ഫാക്ടർ. ലാസ്റ്റ് ഡിജിറ്റ് 5 അല്ല. 5 ആണെങ്കിൽ മാത്രം 5ൽ ചെയ്താൽ മതി. ദെൻ 7ൽ ചെയ്ത് നോക്കുക. പോവില്ല. ദെൻ ഡിവൈഡ് ചെയ്ത് നോക്കുക. 7ൽ നിങ്ങൾ വേണമെങ്കിൽ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക. 7ൽ പോവില്ല. ദെൻ 11ലും പോവില്ല. 13ലും പോവില്ല. ദെൻ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ 13 കഴിഞ്ഞാൽ അടുത്ത പ്രൈം നമ്പർ എന്ന് പറയുമ്പോൾ 17 ആണ് ഇത് ഡിവൈഡായി പോവുക. ഓക്കെ, 17ലാണ് പോകുന്നത്. സോ 17ൽ 437 ഡിവൈഡഡ് ബൈ, എഗെയിൻ ഈ 437 പോകുന്ന ഇതിലായിരിക്കും 19ലാണ് പോകുന്നത്. ഡിവൈഡായി പോകുമ്പോൾ 90. ഇതുപോലെ 3ൽ പോവാണ്ട് 7ൽ പോവാണ്ട് അവസാനം പോയത് 19ലാണ് പോയത്. അവസാനം 7 ഉണ്ട്, പക്ഷെ ഇട്ട് നോക്കിയാൽ കിട്ടത്തില്ല. നമ്മൾ ഡിവൈഡർ ബൈ 7 ചെയ്താൽ നമുക്ക് പ്രൈം ആയിട്ട് ഈക്വൽ 0 എന്നുള്ള ലെവലിലേക്ക് ഡിവൈഡായി കിട്ടണ്ടേ റിമൈൻഡർ. സോ ആ ലെവലിലേക്ക് കിട്ടില്ല. അത് കിട്ടുന്നത് 19ലാണ്. അത്രയും നിങ്ങൾ ചെയ്യേണ്ടി വരും. 19ൽ ചെയ്യുമ്പോൾ 23 ആണ് നമുക്ക് കിട്ടുന്നത്. 23 എന്താണ്? ഒരു പ്രൈം നമ്പറാണ്. സോ ജസ്റ്റ് 23 അത്രേ ഉള്ളൂ. സോ ഇതിൻ്റെ പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ദറ്റ് ഈസ് ഈക്വൽ ടു 17 ഇൻറ്റു 19 ഇൻറ്റു 23. 1 നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. സോ ഇതാണ് പ്രൈം ഫാക്ടറൈസേഷൻ. സോ ശ്രദ്ധിച്ചിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ പ്രൈം നമ്പേഴ്സ് എന്താണെന്ന് അറിയണം, അതിന് ഫാക്ടർ ചെയ്യാൻ അറിയണം. ചെറിയൊരു സെക്ഷനിലേ വന്നിട്ടില്ല. ഇപ്പോൾ എക്സസൈസിൽ ആദ്യത്തെ എക്സസൈസിൽ മാത്രമേ നമ്മൾ പ്രൈം എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റായി ചോദിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളതിലെല്ലാം ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ചാപ്റ്റർ ഫുള്ളായിട്ട് നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട്. സോ 1 വേർഡ്സിന് ചോദിക്കാം, 2 മാർക്സിന് ചോദിക്കാം. തെറ്റിക്കരുത്. ഡയറക്റ്റായി ചോദിച്ചിട്ടുണ്ട് ചില കണക്കുകളിൽ, പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ. സോ തെറ്റിക്കരുത്. എല്ലാവരും മനസ്സിലാക്കി ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലിടുക. ചാനൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് നോട്ടിഫിക്കേഷനൊക്കെ വരും. സോ ആ നോട്ടിഫിക്കേഷൻ ബെല്ലൊക്കെ ക്ലിക്ക് ചെയ്യുക. സോ താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ, നാളെ തന്നെ നെക്സ്റ്റ് ക്ലാസ് ഇടും. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് പോർഷൻ ഇതിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ തൊട്ട് ബാക്കിയുള്ളത് വേഗം ചെയ്തു പോവാം. എല്ലാ എക്സസൈസും ഡിസ്കസ് ചെയ്യണമെന്നാണ്. കാരണം ടൈം തീരുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് ചെയ്യണം. സോ ഈ വീക്ക് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് വീഡിയോസ് ഉണ്ടാവും. പെട്ടെന്ന് നമുക്ക് എല്ലാ പോർഷൻസും കവർ ചെയ്ത് പോവാം. സോ നെക്സ്റ്റ് തൊട്ട് കുറച്ചും കൂടി ഈസി ആയിരിക്കും. പ്രൈം ഫാക്ടേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് അതിന് പ്രത്യേകമായിട്ട് അതിനൊരു ക്ലാസ് തന്നെ എടുത്തത്. ഓക്കെ ശരി. ഓക്കെ, എല്ലാവർക്കും ബൈ. താങ്ക് യു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.